കാനാവിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി ജീവിതത്തെ മാറ്റുന്ന ക്രിസ്തു. കുഷ്ഠരോഗിയുടെ മുൻപിൽ അശുദ്ധിയെ തൊട്ട് ശുദ്ധീകരണം നൽകുന്ന ക്രിസ്തു. രോഗികളും പിശാചബാധിതരും നിറഞ്ഞെടുത്ത് ഇരുളിൻ്റെ ശക്തികളെ തകർത്ത് വിമോചനം നൽകുന്ന ക്രിസ്തു. തളർന്നു കിടന്ന പക്ഷിവാദിയുടെ മുൻപിൽ അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവൻ്റെ ആത്മാവിനെയും ശരീരത്തെയും സൗഖ്യമാക്കുന്ന ക്രിസ്തു. കനാന്യ സ്ത്രീയുടെ വിശ്വാസം കണ്ട് അതിരുകൾ കടന്ന് അവളുടെ വിശ്വാസത്തെ ആദരിക്കുന്ന ക്രിസ്തു. അവിടെ ഇന്ന് 18 വർഷങ്ങൾക്ക് ശേഷം കൂന് ബാധിച്ച നിലയിൽ ജീവിച്ച സ്ത്രീ, 18 വർഷമായി നേരെ നിൽക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീ, 18 വർഷമായി തൻ്റെ മുൻപിലുള്ള ലോകം എന്താണെന്ന് പോലും അറിയാതെ ജീവിച്ച ഒരു സ്ത്രീ. അവിടെ 18-ാം വർഷം ക്രിസ്തു അവളെ കണ്ടു, അവളെ വിളിച്ചു, അവളെ തൊട്ടു. അവൾ നഷ്ടപ്പെട്ടു പോയ കിരീടം, അബ്രഹാമിൻ്റെ മകൾ എന്ന വിളിപ്പേര് നൽകി അവളെ അണിയിച്ചു. അതുകൊണ്ട് തന്നെ സുവിശേഷകൻ വളരെ കൃത്യമായിട്ട് നമ്മളോട് സംവദിക്കുന്നു. There are times when others make you invisible, and there is only one power that can reverse it, and that is Christ Jesus. So come to the path where Christ would cross. Return back to the home where through Christ you were reborn. Return and come back to the very church, your rightful home. Here weaknesses are repaired, wounds are healed, tears washed. Church is not a museum of saints, but rather a hospital for sinners. There are no weeds in the holy church, and so may we able to see, listen, and be touched by our Lord and Savior Jesus Christ, so that we be upright and straightened in our lives. May God continue to have mercy on us.